പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. ഇതോടെ കേരളത്തിലെ എല്ലാ ബൈപോളുകളുടെയും പോളിംഗ് അവസാനിച്ചു. ഇതോടെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പലതും സത്യം പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ, അതായത് 21 നവംബർ 2024 മാതൃഭൂമി പത്രം. കുറെ നാളുകളായി പുറത്തു വന്ന വാർത്തയാണെങ്കിലും മാതൃഭൂമിക്ക് ഇന്നാണ് ആ വാർത്ത പുറത്തുവിടാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമായി തോന്നിയത് എന്നത് ശ്രദ്ധേയമാണ്. അതോടൊപ്പം മാതൃഭൂമി ഇന്ന് നൽകിയിരിക്കുന്ന ഈ വാർത്ത കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കേരളം എന്ന സംസ്ഥാനത്തെ വഞ്ചിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവാണ്. മാതൃഭൂമിയുടെ ആ വാർത്തയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: കേന്ദ്ര ബ്രാൻഡിംഗ് വഴങ്ങിയിട്ടും വായ്പയില്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കിട്ടേണ്ടത് 3000 കോടി. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന് മുൻപ് വന്നിരുന്നുവെങ്കിൽ ഇടതുപക്ഷത്തിന് ഗുണകരമാകാമായിരുന്ന ഒരു വാർത്തയാണ് മാതൃഭൂമി ഇന്ന് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് അവസാനിച്ച ശേഷം നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതിൽ പറയുന്നത് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഇത്ര മാത്രമാണ്: സാമ്പത്തിക വർഷത്തിന്റെ 3ാം പാദം അവസാനിക്കാറായിട്ടും കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള വായ്പാ പദ്ധതിയിൽ കേരളത്തിന് നൽകേണ്ട അർഹതപ്പെട്ട 3000 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം ഇതുവരെ അനുവദിച്ചിട്ടില്ല. കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ്ങിന്റെ വാശികളോട് കേരള സർക്കാർ സമ്മതം മൂളിയ ശേഷവും കേന്ദ്രം തുക നൽകാതെ കേരളത്തെ വഞ്ചിക്കുകയാണെന്നാണ് മാതൃഭൂമി തന്നെ പറയുന്നത്. മാതൃഭൂമി തന്നെ ഇതവരുടെ വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: സാമ്പത്തിക വർഷം 3ാം പാദം അവസാനിക്കാറായിട്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള വായ്പാ പദ്ധതിയിൽ കേരളത്തിന് തുകയൊന്നും നൽകാതെ കേന്ദ്ര സർക്കാർ ഈ വർഷം കിട്ടേണ്ടത് 3000 കോടി രൂപയുടെ വായ്പയാണെന്നാണ് വിലയിരുത്തൽ. ഇതിൽ 1717 കോടിയുടെ പദ്ധതിക്കായുള്ള കണക്കും ധനവിനിയോഗ റിപ്പോർട്ടുമൊക്കെ കേന്ദ്രത്തിന് സമർപ്പിച്ചു. എന്നാൽ ഇതുവരെ ഒരു തുകയും ലഭിച്ചിട്ടില്ലെന്ന് ധനകാര്യ വകുപ്പ് വൃത്തങ്ങൾ പറഞ്ഞു. വിഹിതം ഓർമ്മപ്പെടുത്തി കത്തയച്ചിട്ടും മറുപടിയില്ല. അതായത് കേരളം ആവർത്തിച്ച കത്തുകളിലൂടെ ഇത്തരത്തിലൊരു വിഹിതം നൽകാൻ ഇനിയും ബാക്കിയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചിട്ടും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അതിനൊരു മറുപടി നൽകാൻ പോലും തയ്യാറായിട്ടില്ല എന്നും മാതൃഭൂമി തന്നെ പറയുന്നു. ഇതിൽ മാതൃഭൂമി തന്നെ ഏതൊക്കെ വകുപ്പിനാണ് ഈ ഫണ്ട് ലഭിക്കേണ്ടത് എന്ന് കൂടി പറയുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന് കൂടുതൽ തുക ലഭിക്കാനുള്ളത് 1050 കോടി, വ്യവസായ വളർച്ചയ്ക്കുള്ളതിൽ 800 കോടിയും വിനോദസഞ്ചാര വികസനത്തിൽ 250 കോടിയുമാണ് ലഭിക്കാനുള്ള പ്രധാന വിഹിതം. ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് കേന്ദ്രത്തിൻ്റെ ഈ വിവേചനമെന്നാണ് സംസ്ഥാനത്തിൻ്റെ വിമർശനം എന്നുകൂടി മാതൃഭൂമി പറഞ്ഞവസാനിപ്പിക്കും. എന്നാൽ ഇത് കേരളത്തോടുള്ള കേന്ദ്രത്തിൻ്റെ ഒരേ ഒരു വിഷയത്തിൽ മാത്രം പ്രതികരണമാണോ? അല്ല എന്ന് മാതൃഭൂമി തന്നെ മറ്റൊരു ബോക്സ് വാർത്തയിലൂടെ പറയുന്നുണ്ട്. അത് മാതൃഭൂമി ആ വാർത്തയുടെ സൈഡിലായാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തലക്കെട്ട് മാതൃഭൂമി നൽകിയിരിക്കുന്നത് ആദ്യം പദ്ധതിയിൽ ഇപ്പോൾ വായ്പയിലും. അതായത് ഇതാദ്യത്തെ സംഭവമല്ല എന്ന് മാതൃഭൂമി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാതൃഭൂമി അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: പദ്ധതി നിർവഹണത്തിൽ കഴിഞ്ഞ വർഷം മുതലാണ് കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിങ്ങിന് വാശി പിടിക്കാൻ തുടങ്ങിയത്. PM ശ്രീ സ്കൂൾ നടപ്പാക്കാത്തതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷ കേരളത്തിനുള്ള തുക ഇങ്ങനെ തടഞ്ഞുവച്ചു. ഒടുവിൽ കേരളം വഴങ്ങി. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്ക് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്ന് പേരിട്ടതുപോലെ സാധ്യമായ ബ്രാൻഡിംഗ് നടത്താമെന്നാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്രത്തെ അറിയിച്ചിട്ടുള്ളത്. അതായത് കേന്ദ്രത്തിൻ്റെ ബ്രാൻഡിംഗ് വാശികൾ ചിലതിന് കേരളം സമ്മതം മൂളിയ ശേഷവും കേരളത്തിലെ സ്കൂളുകൾ, അതും സംസ്ഥാന സർക്കാർ കിഫ്ബി അടക്കമുള്ള പദ്ധതികളിലൂടെ സംസ്ഥാനത്തിൻ്റെതായ തുകയിൽ വികസിപ്പിച്ചെടുത്ത് ലോകോത്തര നിലവാരത്തിലെത്തിച്ചിരിക്കുന്ന സ്കൂളുകൾക്ക് PM ശ്രീ സ്കൂൾ എന്ന ബ്രാൻഡിംഗ് നൽകിയില്ല എന്നതിൻ്റെ പേരിൽ സമഗ്ര ശിക്ഷാ അഭിയാന് കീഴിൽ കേരളത്തിന് ലഭിക്കേണ്ട തുക ഇപ്പോഴും കേന്ദ്ര സർക്കാർ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം മാതൃഭൂമി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇത് കേരളം നേരിടുന്ന നിരന്തരമായ അവഗണനകളുടെ ഏറ്റവും പുതിയ രൂപമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിന് മുൻപ്
പലതരത്തിലുള്ള നികുതി വെട്ടിക്കുറവുകളിലൂടെയും GST വിഹിതം വെട്ടിക്കുറച്ചതിലൂടെയും ഒക്കെ നഷ്ടമായത് ഏകദേശം 57,000 കോടി രൂപയാണെന്ന് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ബാലഗോപാൽ പല തവണ ആവർത്തിച്ചിട്ട് സഭയിൽ പോലും നിയമസഭയിൽ പോലും ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് പുറമെ ഇപ്പോൾ ഏറ്റവും അവസാനം ജൂലൈയിൽ ധനകാര്യമന്ത്രി ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞ പോലെ 3000-ലധികം കോടി രൂപ വിവിധ ഇനങ്ങളിലായി ഇപ്പോഴും നൽകാൻ ബാക്കിയുണ്ട് കേന്ദ്ര സർക്കാർ. അതിന് പുറമെയാണ് ഇപ്പോൾ വായ്പയായി നൽകേണ്ട, അതും കേരളത്തിന് അവകാശപ്പെട്ട 3000 കോടി രൂപയിൽ 1 രൂപ പോലും നൽകാതെ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മാതൃഭൂമിക്ക് ഈ വാർത്ത ഒരു ദിവസം മുൻപ് നൽകാമായിരുന്നു എന്നാണ് ചില വിരുദ്ധന്മാർ സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നത്. അതിന് പ്രധാന കാരണം കഴിഞ്ഞ ദിവസം ഈ വാർത്ത വന്നിരുന്നുവെങ്കിൽ അത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. LDFന് അനുകൂലമായി ചില വോട്ടുകളെങ്കിലും പോൾ ചെയ്യപ്പെടാൻ അത് കാരണമാകുമായിരുന്നു. എന്നാൽ മാതൃഭൂമിക്ക് ഇത്രയും ദിവസം ഇതൊരു വാർത്തയായിരുന്നില്ല. പകരം ഇന്ന് പോളിംഗ് എല്ലാം അവസാനിച്ച് കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ മാത്രമാണ് ഇത് പ്രധാന തലക്കെട്ടോടെ വാർത്തയാക്കാൻ മാതൃഭൂമിക്ക് തോന്നിയത് എന്നിടത്ത് മാതൃഭൂമിയുടെ രാഷ്ട്രീയ ചായ്വ് എന്താണെന്ന് വ്യക്തമാകുന്നുണ്ട്. എന്തായാലും കേരളത്തിന് കേന്ദ്രത്തിൻ്റെ കടുംവെട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും പുതിയതായി അടിസ്ഥാന സൗകര്യ വികസന വായ്പയുടെ ഇനത്തിലാണ് കേരളത്തിന് അർഹതപ്പെട്ട 3000 കോടി രൂപ കേന്ദ്രം പിടിച്ചു വച്ചിരിക്കുന്നത്.